ഞാൻ സലു. ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതിനെ കുറിച്ചാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരിക്കലും പൊട്ടറ്റോയുടെ തൊലി വെറുതെ പാഴാക്കി കളയത്തില്ല. സാധാരണ നമ്മൾ പൊട്ടറ്റോയൊക്കെ പീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി നമ്മൾ എപ്പോഴും വേസ്റ്റിലെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ 2 രീതിയിൽ നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പൊട്ടറ്റോ പീൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയതിന് ശേഷം ആദ്യം പരീക്ഷിച്ചത് എൻ്റെ കറിവേപ്പിലയിലാണ്. അതിലുണ്ടായ മാറ്റം ശരിക്കും അത്ഭുതം തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ സൈസിലെ 2 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഈ 2 ഉരുളക്കിഴങ്ങ് ഇത്ര വലിപ്പമുള്ളത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 4 മീഡിയം സൈസിലെ പൊട്ടറ്റോ നമുക്കിവിടെ എടുക്കാം. 2 പൊട്ടറ്റോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പൊട്ടറ്റോ തൊലി മാത്രമല്ല, നമുക്ക് പൊട്ടറ്റോ അധികം വന്ന എന്തെങ്കിലും ഒരു ലെഫ്റ്റ് ഓവർ പീസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാവുന്നതാണ്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോയുടെ തൊലിയെല്ലാം ഈ ഒരു പാത്രത്തിലാക്കി ഇനി ഇതിൽ 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുക്കണം. ആ തൊലിയെല്ലാം സോഫ്റ്റ് ആകുന്ന വരെ നല്ലപോലെ ഒരു 10 മിനിറ്റ് ഏകദേശം തിളപ്പിച്ചെടുക്കണം. ഫോസ്ഫറസ് വളരെ ഏറെ നമ്മുടെ പൊട്ടറ്റോ പീലിലുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കുന്ന ചെടികൾക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന മരങ്ങൾക്കും എല്ലാം തന്നെ ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ ഏത് പരീക്ഷണം നടത്തുവാണെങ്കിലും ഞാൻ ആദ്യം ചെയ്യുന്ന കറിവേപ്പിലയിലാണ്. അപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഗ്രോത്ത് ഉണ്ടെങ്കിലും ഒരു വലിയൊരു മാറ്റം പെട്ടെന്ന് കാണാൻ സാധിക്കത്തില്ല. അതിനുശേഷമാണ് ഞാൻ ഈ പൊട്ടറ്റോ ഈ തൊലി വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നാണ് അതിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിലും അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന വലിയ മരങ്ങളാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഒഴിക്കുവാണെങ്കിൽ അത് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ റൂട്ട്സിൻ്റെ ഭാഗത്ത് തന്നെ ഒഴിക്കണം. നമ്മുടെ പൊട്ടറ്റോ പീൽസ് വെള്ളം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു അരിപ്പയിൽ ഇത് അരിച്ചെടുക്കാം. ഇനിയും ഈ ചൂടാറുന്നവരെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം മാത്രമേ പറ്റുമെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം എടുക്കുക. കാരണം നല്ല പോലെ ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഇത് ഒരു കാരണവശാലും ഉപ്പിട്ട് ഒന്നും തിളപ്പിക്കരുത്. ചിലരറിയാതെ നമ്മൾ സാധാരണ പൊട്ടറ്റോയ്ക്ക് ഇടുന്ന പോലെ ആ ഓർമ്മയിൽ കയറി ഉപ്പിടാറുണ്ട്. അത് ഉപ്പിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചെടി നശിച്ചു പോകും. ഈ കാണുന്ന പൊട്ടറ്റോ പീൽസ് നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഇത് ആറിയതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ ചൂടെല്ലാം മാറിയിട്ട് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിൽ ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ചുവട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയും നമുക്ക് രണ്ടാമത്തെ രീതി ഒന്ന് നോക്കാം. ഈ ഒരു രീതിയിലാണെങ്കിലും നല്ല പോലെ അതിൻ്റെ ന്യൂട്രിയൻസ് ഒന്നും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 വലിയ പൊട്ടറ്റോയുടെ തൊലികളാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് ഇനിയും നമുക്ക് ഒരു ബോട്ടിലിലോട്ടോ അല്ലെ ഒരു കണ്ടെയ്നർ നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടെയ്നറിലോട്ടോ മാറ്റാം.
ഇനി നമ്മൾ നോക്കേണ്ടത്, ഇതിപ്പം 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 4 വലിയ പൊട്ടറ്റോയുടെ പീലെടുക്കുക. അതും ഇതുപോലെ 2 ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കുക. ഞാൻ മിക്കവാറും ഇൻഡോർ പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ CC പ്ലാന്റ്, എല്ലാ പ്ലാന്റ്സിനും ഞാൻ സാധാരണ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഒരു 15 ദിവസത്തെ ഇടവേളയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഏത് ഫെർട്ടിലൈസർ ഉപയോഗിക്കുകയാണെങ്കിലും കുറച്ചൊരു ഇടവേള ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് അടുത്ത ഫെർട്ടിലൈസർ ഇടാൻ. എല്ലാ ഫെർട്ടിലൈസറും നമ്മൾ ഒരുമിച്ച് ഇടരുത്. ഇപ്പം മഴക്കാലവും കൂടി ആയത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നതായിരിക്കും. ഇതിന് നല്ല വെള്ളം എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഉപ്പ് വെള്ളമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളമോ ഒന്നും എടുക്കാൻ ശ്രമിക്കരുത്. എന്നാൽ പെട്ടെന്ന് തന്നെ ചെടികളെല്ലാം ചീത്തയായി പോകും. അതും ഒന്ന് നോക്കേണ്ട കാര്യമാണ്. ചില സമയത്ത് നമ്മൾ പൊട്ടറ്റോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഗ്രീൻ കളറിലായിരിക്കും അതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി വരുന്നത്. അത് തീർത്തും ഒഴിവാക്കുക. അതുപോലെ തന്നെ പൊട്ടറ്റോ ചില സമയത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് 2-3 ദിവസം എടുക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് കിളിച്ചു വരുന്നത് കാണാം. അത് നമ്മൾ ആ കിളിച്ചു വരുന്ന ഭാഗം പകുതിക്ക് വെച്ച് മുറിച്ച് നമ്മൾ നമ്മുടെ പോട്ടിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കിളിച്ചു വരുന്ന കാണാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, എങ്ങനെ നമുക്ക് വീട്ടിൽ പൊട്ടറ്റോ വളർത്തിയെടുക്കാം എന്നതിൻ്റെ വീഡിയോയും ഞാൻ ഇനി വരും ദിവസങ്ങളിൽ കാണിക്കുന്നതാണ്. ഇപ്പം നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് എടുത്തത് നമ്മളൊരു ചെടികളുടെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ സൺലൈറ്റും ഒക്കെ അടിക്കും. അപ്പോൾ ആ ചെറിയ സൺലൈറ്റിൽ ഒരു 3 ദിവസം ഇരിക്കണം. മൂന്ന് ദിവസത്തിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സ്മെല്ലുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ പ്ലാന്റ്സിന് നല്ല ന്യൂട്രിയൻസ് ഒക്കെ കിട്ടേണ്ടതല്ലേ. അപ്പം ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ 1 ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഡൈല്യൂട്ട് ചെയ്ത് വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത് അരിക്കുന്ന സമയത്ത് ഈ പൊട്ടറ്റോ പീൽസ് കിടക്കുന്നത് നമുക്ക് കമ്പോസ്റ്റിനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ അരിച്ചു വച്ചിരിക്കുന്ന ഈ വെള്ളം 20 ml നമ്മൾ ഈ 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഡൈല്യൂട്ട് ചെയ്ത് ആദ്യം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ചെടികൾക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ആ എടുത്തു വച്ചിരിക്കുന്ന അതേപോലെ എടുത്ത് ഒഴിക്കരുത്. ചില ചെടികൾക്ക് ഇച്ചിരി സമയമെടുക്കും. അപ്പം നമുക്കൊരു ഏകദേശം 20 ml ആണ് നമ്മൾ അതിലോട്ട് ഒഴിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് നല്ലൊരു സ്പ്രേ ബോട്ടിലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെടികളുടെ ചുവട്ടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് തീർച്ചയായിട്ടും എല്ലാവരും നോക്കണം. കാരണം നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചേഞ്ച് ആയിരിക്കും. എസ്പെഷ്യലി നമുക്ക് വെജിറ്റബിൾസൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തെടുക്കുമ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് എപ്പോഴും നല്ലത്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. നമ്മളുടെ മണ്ണിനും അത് നല്ലതാണ്.
ഒരുപാട് ഫെർട്ടിലൈസർ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഒന്നും ചെയ്തിട്ട് നടക്കാതെ വരുന്ന ഒരു സന്ദർഭത്തിൽ മാത്രം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.